ചാറ്റ് ജിപിടിക്കും ഡീപ് സീക്കിനും ബദലായി AI മോഡലുകൾ വികസിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. നമ്മുടെ രാജ്യത്തിന്റെ ഭാഷകൾ, സംസ്കാരം, ജനങ്ങളുടെ ജീവിതം എന്നിവയെല്ലാം മനസ്സിലാക്കി സംസാരിക്കുന്ന ഒരു AI മോഡൽ ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? ഇന്ത്യയിൽ 22 ഔദ്യോഗിക ഭാഷകളുണ്ട്. ഭൂരിഭാഗം ജനങ്ങളും ഇംഗ്ലീഷിൽ സാക്ഷരരല്ല. കൃത്യമായി മറുപടി നൽകുന്ന കാര്യത്തിൽ ചാറ്റ് ജിപിടി, ജെമിനി എന്നിവയ്ക്ക് പരിമിതികളുമുണ്ട്. ഇത് മറികടക്കാനുള്ള ശ്രമമാണ് സ്വന്തം AI മോഡലുകളിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പല കമ്പനികളും വിവിധ മോഡലുകൾ പുറത്തിറക്കിയെങ്കിലും ഇതിൽ രാജ്യാന്തര ശ്രദ്ധ നേടിയത് സർവം AI ആണ്. എന്താണ് സർവം AI? എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. കഴിഞ്ഞ വർഷം ആദ്യം 12 കമ്പനികളെ AI മോഡലുകൾ വികസിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തിരുന്നു. ഏകദേശം 2100 കോടിയിലേറെ രൂപ ഇതിനായി സർക്കാർ ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ AI ഇമ്പാക്ട് സമ്മിറ്റിൽ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളും സർക്കാരും ചേർന്ന് പുറത്തിറക്കിയ പുതിയ AI മോഡലുകൾ ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ചാറ്റ് ജിപിടി, ജെമിനി, ഡീപ് സീക്ക് തുടങ്ങിയ വിദേശ മോഡലുകൾക്ക് ബദലായി ഇന്ത്യൻ ഭാഷകളിലും സാഹചര്യങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്വദേശി AI മോഡലുകൾ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. 2024 തുടങ്ങിയ ഇന്ത്യ AI മിഷൻ ഇന്ത്യയെ AIയിൽ സ്വയം പര്യാപ്തമാക്കാനുള്ള ദേശീയ ശ്രമമാണ്. AI ഫോർ ഓൾ എന്നാണ് മിഷന്റെ മുദ്രാവാക്യം. ഇന്ത്യൻ ഭാഷകൾക്ക് പ്രാധാന്യം നൽകി തദ്ദേശീയ ഡാറ്റ ഉപയോഗിച്ച് മോഡലുകൾ നിർമ്മിക്കുന്നതിനാണ് ഊന്നൽ നൽകുന്നത്. 2026ഓടെ 100 ദശലക്ഷം ഇന്ത്യക്കാർക്ക് AI സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഇതിൽ ഗൂഗിൾ CEO സുന്ദർ പിച്ചെ തന്നെ പ്രശംസിച്ച മോഡലാണ് സർവം AI. 2023 ഓഗസ്റ്റിൽ ആധാർ മുൻ ചീഫ് ഡോക്ടർ വിവേക് രാഘവനും IIT മദ്രാസിലെ അധ്യാപകനായ ഡോക്ടർ പ്രത്യൂഷ് കുമാറും ചേർന്നാണ് സർവം AI സ്ഥാപിച്ചത്. സർവം എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം എല്ലാം എന്നാണ്. ഇന്ത്യയുടെ സ്വതന്ത്ര AI പ്ലാറ്റ്ഫോമായി കമ്പനി സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഡാറ്റയിൽ പരിശീലിപ്പിച്ച് ഇന്ത്യൻ കമ്പ്യൂട്ടറിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഭാഷകൾക്കും സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ AI എന്നാണ് അവകാശപ്പെടുന്നത്. 2026 ഫെബ്രുവരി 18 ഇന്ത്യ AI ഇമ്പാക്ട് സമ്മിറ്റിൽ സർവം AI പുറത്തിറക്കിയത് 2 വമ്പൻ ലാർജ് ലാംഗ്വേജ് പ്രൊജക്റ്റുകളാണ്. സർവം 30B 30 ബില്യൺ പാരാമീറ്ററുകളുള്ള ഒരു മോഡലാണ്. ഫീച്ചർ ഫോണുകളിലും ലോ എൻഡ് ഡിവൈസുകളിലും ഓഫ്ലൈനായി പോലും ഇത് പ്രവർത്തിക്കും. ഗവൺമെന്റ് സ്കീമുകൾ, ലോക്കൽ മാർക്കറ്റ് വിവരങ്ങൾ എന്നിവ ശബ്ദത്തിൽ ചോദിച്ചാൽ ഉടനടി മറുപടി കിട്ടും. സർവം 105B ആണ് മറ്റൊന്ന്. ലെവൽ റീസണിംഗ്, കോഡിംഗ്, ബാലൻസ് ഷീറ്റ് അനാലിസിസ് തുടങ്ങിയ സങ്കീർണ ജോലികൾക്ക് അനുയോജ്യമാണിത്. AI മിഷന്റെ ഭാഗമായി ഇന്ത്യൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് സ്ക്രാച്ചിൽ നിന്ന് ട്രെയിൻ ചെയ്ത ആദ്യ ഫൗണ്ടേഷൻ മോഡൽ ഇതാണ്. ഇന്ത്യൻ ഭാഷകൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇവക്ക് കഴിയുമെന്നതാണ് പ്രത്യേകത. മറ്റു മോഡലുകൾ ഇംഗ്ലീഷിനെ പ്രധാനമാക്കി മറ്റുള്ളവയെ സെക്കൻഡറി ആയി കാണുമ്പോൾ സർവം AI ഇന്ത്യൻ ഭാഷകളിൽ പരിശീലിപ്പിച്ചതിനാൽ റീജിയണൽ സ്ക്രിപ്റ്റുകൾക്ക് ഉയർന്ന കൃത്യത നൽകുന്നു. വിക്രമാണ് സർവം AIയുടെ ചാറ്റ് ബോട്ട്. ഗൂഗിൾ CEO സുന്ദർ പിച്ചെ സർവം AIയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചു. ഇന്ത്യയിൽ ഞാൻ എല്ലാ തവണയും യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഡെവലപ്പർ ഊർജ്ജം മറ്റെവിടെയും കാണാനാകുന്നതല്ല. സർവം നടത്തിയ പ്രാദേശിക AI മോഡലുകളുടെ വികസന പ്രവർത്തനത്തിന് യാതൊരു തടസ്സങ്ങളും ഞാൻ കാണുന്നില്ലെന്നും പിച്ചെ പറഞ്ഞു.